ഞങ്ങൾ അങ്ങനെ തോൽക്കുന്ന സീറ്റ് ജയിക്കുന്ന സീറ്റ് എന്നൊരു ഇത് വെച്ചിട്ടല്ല. ചെറുപ്പക്കാരെന്ന രീതിയിൽ ഞങ്ങൾ എല്ലാ ചലഞ്ചും ഏറ്റെടുക്കാൻ തയ്യാറാണ്. പാർട്ടി പറയുന്ന ഏത് സീറ്റുകളും ഏറ്റെടുക്കാൻ തയ്യാറാണ്. തോൽക്കുന്ന സീറ്റിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞാൻ കഴിഞ്ഞ തവണ തോൽക്കുന്ന സീറ്റിൽ മത്സരിച്ച ഒരാളാണ്. ഞാൻ ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് പാർട്ടി ഇന്ന് വരെ ജയിച്ചിട്ടില്ലാത്തൊരു സീറ്റിലാണ് ഞാൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഞാൻ മത്സരിച്ചു. ഞാൻ ആ ചലഞ്ച് ഏറ്റെടുത്ത ഒരാളാണ്. എന്നോടൊപ്പം തന്നെ പല സഹപ്രവർത്തകരും അത്തരത്തിലുള്ള പല ചലഞ്ചുകൾ ഏറ്റെടുത്തുള്ള ആളുകളാണ്. പക്ഷേ ഈ പാർട്ടി ജയിക്കുന്ന സീറ്റുകളിൽ കൂടി പരിഗണിച്ചാൽ അതൊരു സംഘടനാ പ്രവർത്തകൻ എന്ന നിലയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവന് ജനങ്ങൾക്കിടയിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ജനങ്ങൾക്കിടയിൽ ഒരു പാർലമെൻ്ററി രാഷ്ട്രീയം കൂടി പരിചയിക്കാനുള്ള ഒരു അവസരമായി മാറും. അപ്പോൾ ജയസാധ്യതയുള്ള സീറ്റുകളിൽ ചെറുപ്പക്കാരെ പരിഗണിക്കുന്നത് പാർട്ടിയെ സംബന്ധിച്ച് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ യുവാക്കളുടെ സാന്നിധ്യം ഉറപ്പുവരുത്താനുള്ള സാഹചര്യമായി മാറും. അതേസമയം തന്നെ ചലഞ്ചുള്ള സീറ്റുകളിൽ പരിഗണിച്ചാൽ അവിടെയും ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ വിജയം നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒരു ഉദാഹരണം, കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച ഒരു ചെറുപ്പക്കാരൻ ഇത്തരത്തിൽ പരാജയപ്പെടുമായിരുന്ന സീറ്റിൽ നിന്നാണ് മത്സരിച്ച് വിജയിച്ചു വന്നത്. അപ്പോൾ ഗിരികൃഷ്ണൻ്റെ അപ്പോൾ അത്തരത്തിലൊക്കെ ഒട്ടേറെ ഉദാഹരണങ്ങൾ സംസ്ഥാനം മുഴുവൻ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. അത് പാർട്ടി നേതൃത്വം പരിഗണിക്കേണ്ടതാണ്, പരിഗണിക്കുന്നതിനെയാണ് പ്രതീക്ഷിക്കുന്നത്. പരിഗണിക്കാനുള്ള അഭിപ്രായം ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. പരിഗണിക്കുക തന്നെ വേണമെന്ന് തന്നെയാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. അല്ല, പരിഗണിക്കപ്പെട്ടാലും പരിഗണിക്കപ്പെട്ടില്ലെങ്കിലും ഞങ്ങളത് ആദ്യഘട്ടത്തിൽ തന്നെ സൂചിപ്പിച്ചതാണ്. ഞങ്ങളുടെ സഹപ്രവർത്തകർ ആരും തന്നെ പാർട്ടിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല. ഞങ്ങളുടെ ആവശ്യം ഈ സംസ്ഥാന ഗവൺമെൻറ് അധികാരത്തിൽ നിന്നും പോകണമെന്ന് തന്നെയാണ്. അതിന് ഈ നാട്ടിലെ ജനങ്ങളുടെ വോട്ട് കൂടുതൽ സംശീകരിക്കാൻ സാധിക്കുക അത് ചെറുപ്പക്കാർക്കാണ്. ആ ചെറുപ്പക്കാരെ അണിനിരത്തിയാൽ പാർട്ടിക്ക് ഉന്നതമായ അല്ലെങ്കിൽ ഉജ്ജ്വലമായ ഒരു വിജയമുണ്ടാകും. ആ വിജയമുണ്ടാകുന്നതിന് പ്രാദേശികമായ തീരുമാനങ്ങൾ എടുക്കുന്ന ചില ഘട്ടങ്ങളിലെങ്കിലും അത് വേണ്ട രീതിയിലുള്ള പരിഗണനകൾ, വേണ്ട രീതിയിലുള്ള ചിന്തകൾ ആ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അത് പരിഗണിക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളിൽ നിന്ന് അത്തരത്തിലൊരു പട്ടിക എടുത്താൽ യൂത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് എത്രത്തോളം അവസരങ്ങൾ കിട്ടി. യൂത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ റാങ്ക് ആൻഡ് ഫയലിൽ ഈ പറയുന്ന സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലാത്തി ചാർജിനൊക്കെ വിധേയമാക്കപ്പെട്ടുകൊണ്ട് നിന്ന ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ നിന്ന് എത്ര പേർ പരിഗണിക്കപ്പെട്ടു എന്നൊരു കണക്കെടുപ്പ് നടത്തിയാൽ സ്വാഭാവികമായി ഞങ്ങളുടെ ക്ലെയിം ന്യായമാണെന്ന് മനസ്സിലാകും. കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാർ അങ്ങനെ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു പോകേണ്ടവരല്ല എന്ന് തന്നെയാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിലപാടും. അത് ഞങ്ങൾ അതിശക്തമായി തന്നെ സൂചിപ്പിക്കുകയാണ്. അല്ല, ഞങ്ങൾ ആവശ്യപ്പെട്ട സീറ്റുകളിൽ, ഞങ്ങൾ KPCCക്ക് കൈമാറിയ സീറ്റുകളിലും ഞങ്ങൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾക്ക് കൈമാറിയ സീറ്റുകളിലും ഭൂരിപക്ഷം സീറ്റുകളിലും ഇപ്പോൾ തീരുമാനമായിട്ടില്ല. തീരുമാനമായ ചിലതിൽ അതിൻ്റെ ന്യായങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ചില ഘട്ടങ്ങളിൽ അത് പാർട്ടി പറഞ്ഞ കാര്യങ്ങൾ ന്യായമാണ്. ചിലയിടങ്ങളിൽ അത് വേണമെങ്കിൽ കുറച്ചുകൂടി കൂടുതലായി പരിഗണിക്കാമായിരുന്നു. അപ്പോൾ ഇത് ഇപ്പോഴും തീരുമാനമായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് നേതൃത്വത്തോട് അതിനെപ്പറ്റി സംസാരിച്ചത്. ജില്ലാ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലുമൊക്കെയായി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളെയും ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരെയും ഒക്കെ പരിഗണിക്കാൻ കഴിയുന്ന സീറ്റുകളാണ്. വാർഡ് തലങ്ങളിൽ എല്ലായിടത്തും ഞങ്ങൾ അതേ നിർബന്ധ ബുദ്ധി പറഞ്ഞിട്ടില്ല. പ്രാദേശികമായ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. പക്ഷേ ജില്ലാ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലൊക്കെ ഒരു പൊളിറ്റിക്കൽ വോട്ടിംഗ് ആണ്. ആ പൊളിറ്റിക്കൽ വോട്ടിംഗ് നടക്കുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ രാഷ്ട്രീയത്തിന് അപ്പുറമായി ചെറുപ്പക്കാർക്ക് ഒരു വോട്ടുണ്ട്. കേരളത്തിലെടുത്ത് രാഷ്ട്രീയത്തിനപ്പുറമായി ചെറുപ്പക്കാരുടെ സാന്നിധ്യത്തിന് ഒരു വോട്ടുണ്ട്. ആ വോട്ട് കോൺഗ്രസിന് വേണമെന്നുള്ളതാണ്. ആ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വലിയ വിജയം ഉണ്ടാകണമെന്നുള്ളതാണ്. 2010 സമാനമായ രീതിയിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള വിജയം ഉണ്ടാകണമെന്നുള്ളതാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. പാർട്ടി ആഗ്രഹിക്കുന്നത് തന്നെയാണ്, പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. അതിലേക്ക് എത്തണം എന്നുള്ളത് മാത്രമാണ്. പരസ്യ വിമർശനം ഞങ്ങൾ നടത്തിയിട്ടില്ല. നിങ്ങൾ ചോദിച്ചതിന് മറുപടിയായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ന്യായമായ ആവശ്യമാണ്. അസംതൃപ്തി എന്ന രീതിയിലല്ല, ഞങ്ങളൊരു ന്യായമായ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് നേരത്തെ നിങ്ങൾ പറഞ്ഞ നേതാക്കന്മാരൊക്കെ സൂചിപ്പിച്ചു. അവരെല്ലാം തന്നെ പരസ്യമായും രഹസ്യമായൊക്കെ പലരും പറഞ്ഞു. അത് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ വികാരമാണ്. ആ വികാരത്തിനൊപ്പം നിൽക്കാൻ ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ അവരുടെ വികാരത്തിനൊപ്പം നിൽക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അല്ല, അതൊരു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടി എന്ന നിലയിൽ അതിനെയൊക്കെ കാണാനും ഉൾക്കൊള്ളാനും ഒക്കെ ഉള്ള ഞങ്ങൾക്കിടയിലുള്ള സൗഹൃദങ്ങളിലൊക്കെ അത് സാധിക്കുന്ന കാര്യം തന്നെയാണ്. അത് ഗുണം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ആവശ്യം ചെറുപ്പക്കാർ പരിഗണിക്കപ്പെടണം എന്നുള്ളതാണ്. ചെറുപ്പക്കാർ പരിഗണിക്കപ്പെടണം, പാർട്ടി വിജയിക്കണം, പാർട്ടിക്ക് വലിയ വിജയം ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അതിൽ ചെറിയ സമ്മർദ്ദമൊക്കെ ചെലുത്തുന്നതിൽ തെറ്റൊന്നുമില്ല എന്നുള്ള അഭിപ്രായം. പേരിന് ഒരാളിന് കൊടുക്കുന്നു. അത് ജില്ലാ പ്രസിഡന്റ് മത്സരിക്കുന്ന സ്ഥലം തന്നെ പ്രതീക്ഷ ഉള്ള ഒരു സീറ്റല്ല, അങ്ങനെ സിറ്റിംഗ് സീറ്റല്ല, അങ്ങനെ ഒഴിവാക്കുന്നു. അപ്പോൾ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ അവസാനമാണ്, നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സമ്മർദ്ദം ആഭ്യന്തരമായി യൂത്ത് കോൺഗ്രസ് നടത്തിയിരുന്നു. ഞങ്ങൾ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളുടെയും ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരുടെയും പട്ടിക സംസ്ഥാന കമ്മിറ്റി തന്നെ KPCC കൈമാറി. KPCC വളരെ പോസിറ്റീവായി തന്നെ ആ പട്ടിക ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾക്ക് കൈമാറി.
അതോടൊപ്പം തന്നെ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരെല്ലാവരും ജില്ലകളിൽ പരിഗണിക്കപ്പെടാവുന്ന ചെറുപ്പക്കാരുടെ ലിസ്റ്റ് പട്ടിക തയ്യാറാക്കി ആ പട്ടികയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾക്ക് ജില്ലകളിലെ ബ്ലോക്ക് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും വാർഡുകളിലും മത്സരിക്കാൻ താല്പര്യമുള്ള സാധിക്കാവുന്ന അവതരിപ്പിക്കാവുന്ന പട്ടികയും കൂടി കൈമാറിയതാണ്. അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി വളരെ പ്രത്യേകമായ താല്പര്യമെടുത്ത് പിന്നെ അതിൽ കുറച്ച് ആളുകളെ വളരെ സെലക്റ്റീവായി തന്നെ കുറച്ച് പേര് സീറ്റ് നിർബന്ധമായും പാർട്ടിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. KPCC ആ പട്ടിക കൂടി DCCകൾക്ക് കൂടി കൈമാറിയിട്ടുണ്ട്. ഇതെല്ലാം ആഭ്യന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. അതെല്ലാം ആഭ്യന്തരമായി തന്നെ ആ ഘട്ടങ്ങളിൽ നടക്കുന്നുമുണ്ട്. സമ്മർദ്ദം എന്ന നിലയിലല്ല ഇത് പിന്നെ പാർട്ടിക്ക് അകത്ത് പിന്നെ വലിയ സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടല്ല ഇത് വേണ്ടിയുണ്ട്. പാർട്ടിയെ സംബന്ധിച്ച് പലവിധങ്ങളായ കാര്യങ്ങൾ പരിശോധിക്കാനായിട്ടുണ്ടാകും. അതൊരു സമ്മർദ്ദം എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഇതൊരു പോളിസി മാറ്റർ എന്ന നിലയിലാണ് ഞാൻ പറഞ്ഞത്. റായ്പൂർ സമ്മേളനത്തിൻ്റെ ഭാഗമായി 50% സീറ്റ് ചെറുപ്പക്കാർക്കായി മാറ്റിവെക്കണം എന്നുള്ളത് AICCയുടെ നിലപാടാണ്. ഞാൻ AICC നിലപാടിന് വിരുദ്ധമായിട്ടല്ല സംസാരിച്ചത്. AICCയുടെ നിലപാടാണ്. 50% കേരളത്തിനകത്ത് അത്രത്തോളം പ്രായോഗികമല്ല. കേരളത്തിലെ മുന്നണി രാഷ്ട്രീയ സംവിധാനത്തിൽ പ്രായോഗികമല്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇത്ര ശതമാനം എന്നുള്ളതിനേക്കാൾ ഉപരി പ്രാതിനിധ്യം ഉറപ്പിക്കപ്പെടുന്ന രീതിയിൽ ചെറുപ്പക്കാരുടെ സാന്നിധ്യം ഉണ്ടാകണമെന്നുള്ളത്. അത് പഞ്ചായത്തുകൾ ചെറുപ്പമാകട്ടെ എന്ന് അതിൻ്റെ ഭാഗമായിട്ട് ഇത് കൂടി പറയുന്നതാണ്. ഞങ്ങൾ പാർലമെൻ്ററി രംഗത്ത് മാത്രം നിൽക്കുക എന്നുള്ളതല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്ന് കണക്കാക്കിയതുകൊണ്ടല്ല. പക്ഷേ പാർലമെൻ്ററി രംഗത്തും യൂത്ത് കോൺഗ്രസിന് ഇടപെടാനുള്ള അവസരം ഉണ്ടാകണം എന്നുള്ളതാണ്.